ജാതി മത ചിന്തകൾക്ക് അതീതമായി സംഗീതത്തിലൂടെ നമ്മൾ ഒന്നിക്കുന്ന ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമുക്ക് കോമ്പറ്റീഷൻ ബിഗിൻ ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെൽക്കം അവർ ജഡ്ജസ് വിജയ് ബാൽ ആൻഡ് അരുന്ധതി ചേച്ചി. ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യാലിറ്റി നിറഞ്ഞതാണ്. ബിക്കോസ് ഇന്ന് തൊട്ട് നമ്മുടെ ജഡ്ജിങ് പാനലിനെ പുതിയൊരാളും കൂടെ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഈ ഗസ്റ്റിനെ കുറിച്ച് പറയാൻ ദർ ഇസ് നോട്ട് നീഡഡ് എ സ്പെഷ്യൽ എക്സ്പ്ലനേഷൻ. ബിക്കോസ് എല്ലാവർക്കും വളരെ സുപരിചിതയാണ് ഈ ഗായിക. യങ്സ്റ്റേഴ്സിനിടയിലും നമ്മുടെ എല്ലാവരുടെ ഇടയിലും വളരെ നല്ല കുറേ ഗാനങ്ങൾ സമ്മാനിച്ച് ആൻഡ് ഷീ ഈസ് ഓൾസോ എ ആക്ട്രസ്. ഇതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണെന്ന്. നമ്മുടെ സ്വന്തം രഞ്ജിനി ജോസ് ആണ്. Put your hands together for രഞ്ജിനി ചേച്ചി. ഹായ് ചേച്ചി, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. ശരിക്കും ഞങ്ങൾക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ്. ബിക്കോസ് ഞങ്ങളുടെ ഇന്ന് തൊട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യാൻ ചേച്ചി ചെയ്യുക. ചേച്ചി കാണാറുണ്ടോ, ഷോ കാണാറുണ്ടോ? ഡെഫിനറ്റ്ലി എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. സ്ഥിരം കാണാൻ പറ്റാറില്ല. പക്ഷെ ചെറിയ കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കാണാനായിട്ടുള്ള ഒരു താല്പര്യം കൂടുതലാണ്. ബിക്കോസ് ഐ ലൈക്ക് കിഡ്സ്. ഈ ഒരു ഷോയിൽ വേറൊരു സീസൺ 2 ഏറ്റവും വലിയ പ്രത്യേകത ബിജി ചേട്ടനുണ്ട്, അരുന്ധതി ടീച്ചറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇറ്റ്സ് എ പ്ലെഷർ ടു ബി സിറ്റിംഗ്. അവരുടെ കൂടെ ഇരുന്നിട്ട് ജഡ്ജ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്നെ വിളിച്ചതിന് നന്ദി ചേച്ചി. അപ്പം ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്. നമ്മുടെ 18 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ മത്സരിച്ചത്. ഇപ്പോഴും അവർ നമ്മുടെ കൂടെയുണ്ട്. ബട്ട് സെക്കൻഡ് സ്റ്റേജിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോഴ്സ്, എലിമിനേഷൻ വിൽ ബി ദേർ. അയ്യോ. ചേച്ചിക്ക് എന്താണ് അവരുടെ അടുത്ത് വിഷയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ റിയാലിറ്റി ഷോയിലും കേട്ട് പരിചയം ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുന്നത് എല്ലാ റിയാലിറ്റി ഷോസും അല്ലെങ്കിൽ എല്ലാ ഒരു മ്യൂസിക് പ്രോഗ്രാമും ഒരു പോഡിയം മാത്രമാണ്. നമ്മളിപ്പോൾ പണ്ട് റിയാലിറ്റി ഷോസ് ഇല്ലാത്ത നേരത്ത് നമുക്ക് കലാതിലകം അല്ലെങ്കിൽ കലാപ്രതിഭ അതുപോലെയുള്ള യുവജനോത്സവ മത്സരങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ ഇതെടുക്കുക. ഒരുപാടങ്ങ് അതിലേക്ക് ഇൻവോൾവ് ആയി ലേറ്റർ ഓൺ ഒരു ഡിസപ്പോയിൻമെന്റ് കുട്ടികളാവുമ്പോൾ അത് പെട്ടെന്ന് വരുന്ന ഒരു പ്രായമാണ് ശരിക്കും പറഞ്ഞാൽ ജൂനിയർ ഐഡലിലുള്ള കുട്ടികളുടെ പ്രായം. അപ്പോൾ കൂടുതൽ ഡിസപ്പോയിന്റഡ് ആവാണ്ടിരിക്കുക. ഇതൊരു പോഡിയമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പോഡിയമിൽ പാടി നിങ്ങളുടെ സ്റ്റാർസ് റൈറ്റ് ആണെങ്കിൽ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്തേണ്ട എത്തും. അത് ആർക്കും തടുക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ഫോർ ദാറ്റ്. യു ക്യാൻ പ്ലീസ് ഹാവ് യുവർ സീറ്റ്. താങ്ക് യു. ഇന്നത്തെ ഈ കളർഫുൾ എപ്പിസോഡിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സിംഗ് ഫോർ ഫൺ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം അനുഗ്രഹ. അനുഗ്രഹ കുട്ടി, ഹായ്. ലുക്കിംഗ് ഓസം. താങ്ക് യു. എങ്ങനെ ഈ സാരി ഒപ്പിച്ചു? അമ്മയുടെ കാണല്ലോ. സാരിയാണ്. കട്ട് ചെയ്തോ? കട്ട് ചെയ്തില്ല, ഫുൾ സാരി. ഫുൾ സാരിയാണ് ഈ ദേഹത്ത് ചുറ്റിയിരിക്കുന്നത്. പാടാൻ പറ്റുമോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? KPSC നാടകത്തിന് വേണ്ടി ഒരുക്കിയ ചെപ്പ് കിളിക്കണ ചങ്ങാതി എന്ന സോങ്. അപ്പം എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഗാനം തന്നെയാണിത്. നന്നായിട്ട് പെർഫോം ചെയ്യണം, ഞങ്ങളൊക്കെ എന്റർടൈൻ ചെയ്യണം. ഗുഡ് ലക്ക്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. പ്രിയമുള്ളവരെ, സ്നേഹ അയൽക്കൂട്ടത്തിന്റെ 1ാം വാർഷിക പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രസിഡന്റ് പൊന്നമ്മ ചേച്ചിയുടെ ഒരു ഗാനത്തോടുകൂടി ഈ പരിപാടി തുടക്കം കുറിക്കുകയാണ്. ഒരു ഗാനം ആലപിക്കാൻ നമ്മുടെ പ്രസിഡന്റ് പൊന്നമ്മ ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എടി പൊന്നമ്മ, എന്തോന്ന് മനുഷ്യ കടന്ന്. എടി എനിക്ക് വയറ് വിശക്കുന്നെന്ന്. എടി ചോറ് തന്നിട്ട് വന്ന് നീ പാട്ട് പാട്. അവിടെ നില്ല്, പാടിയിട്ട് വന്നിട്ട് ചോറ് തരാം. ഓക്കെ. ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ. മിന്നീണതെന്താണയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല, മിന്നീണതെന്താണയ്യ നല്ല കുന്നിക്കുരു മണിപ്പൊന്മാല. ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളുമോ മനച്ചങ്ങാതി തോറ്റു നീ, ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളു
ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ മിന്നിണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ് ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ് മഞ്ഞക്കിളികളും ചങ്ങാലിയും ഒന്ന് കുഞ്ഞിപ്പറഞ്ഞതും എന്താണ് മഞ്ഞക്കിളികളും ചങ്ങാലിയും ഒന്ന് കുഞ്ഞിപ്പറഞ്ഞതും എന്താണ് ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ മിന്നിണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞു കളയൂലേ കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞു കളയൂലേ പാട്ടുകാരി കിളി ചോദിച്ചാ നിന്റെ പാട്ടിന് പോവാൻ പറയൂലേ പാട്ടുകാരി കിളി ചോദിച്ചാ നിന്റെ പാട്ടിന് പോവാൻ പറയൂലേ ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ മിന്നിണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല അമ്മിണിക്കുഞ്ഞിനെ ഇമ്പു മുറുക്കി അതമ്മച്ചി കാണാതെ കൊണ്ടത്തരാം അമ്മിണിക്കുഞ്ഞിനെ ഇമ്പു മുറുക്കി അതമ്മച്ചി കാണാതെ കൊണ്ടത്തരാം പഞ്ചാര ഉമ്മ പകർത്ത് തരാം നിന്റെ മുത്തണിമാല എനിക്കല്ലേ പഞ്ചാര ഉമ്മ പകർത്ത് തരാം നിന്റെ മുത്തണിമാല എനിക്കല്ലേ ചെപ്പ് കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ മിന്നിണതെന്താണ് എയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല കുന്നിക്കുരുമണി പൊന്മാല പൊന്നമ്മേ എത്ര സമയം കൊണ്ട് അങ്ങേരി ഒന്ന് ചോറ് ചോദിക്കണം നിന്റെ അടുത്ത് എന്റെ ഭർത്താവല്ലേ ചോറ് ചോദിക്കണം ചോറ് ചോദിച്ചാലും വേണ്ടെന്ന് അയാൾ പറയത്തുള്ളൂ നീ ഇപ്പൊ ഒന്ന് ചോദിച്ചാണ് ചേട്ടാ ചോറ് വേണോ വേണം ചോറ് വേണോ നിന്റെ അടുത്താണ് ചോദിച്ചത് ചോറ് വേണോന്ന് നിനക്ക് ചോറ് വേണോടാ വേണോടാ നിന്റെ ഉണ്ണാക്കി തിരുവാൻ ചോറ് വേണോടാ കണ്ടല്ലോ ഇതാണ് കുഴപ്പം എത്ര ചോദിച്ചാലും വേണ്ടെന്നേ പറയൂ അനുഗ്രഹ എന്തോ നന്നായിരുന്നു അനുഗ്രഹ. താങ്ക് യു. ഓസം. മോളു എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെ ചെയ്യാൻ? കംഫർട്ടബിൾ ആയിരുന്നോ? കംഫർട്ടബിൾ ആയിരുന്നു, നല്ല ആണല്ലേ? experience ആയിരുന്നു. ആഹാ, അവരുടെ ഇടയ്ക്ക് വന്ന് പാടണം, ഇടയ്ക്ക് അവരെ തള്ളണം, നന്നായിരുന്നു അല്ലേ? ഓക്കെ, ഇനി കമന്റ്സ് അറിയണോ? അറിയണം. കമന്റ്സ് അറിയണോ? അറിയണം. കമന്റ്സ് അറിയണോ? അറിയണം. ഓക്കെ, ജഡ്ജസ്. ഞാൻ ഓർത്ത് മോൾ അവസാനം അറിയണ്ടെന്ന് പറയുന്നു. അതെന്നെ കൊന്നാലും എനിക്ക് കിട്ടണമെന്ന്. നന്നായിരുന്നു മോളെ, ഉഗ്രനായിട്ട് നല്ല പാട്ടാണ്. നമ്മളുടെ ഒരു ഗതകാല സ്മൃതി ഉണർത്തുന്ന പാട്ടാണ്. പണ്ട് സിനിമകൾക്കും അപ്പുറം നാടക ഗാനങ്ങള് സിനിമാ ഗാനങ്ങളെ പോലെ തന്നെ ഹിറ്റായിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തുള്ളൊരു പാട്ടാണ്. KPSC സുലോചന പാടി അനശ്വരമാക്കിയ പാട്ടാണ്. ദേവരാജൻ മാഷ്, ONV കുറുപ്പ് സാറിന്റെ ഇതിലാണ്. നന്നായിട്ട് പാടിയിരുന്നു. അത് എല്ലാവരും പറഞ്ഞ ഒരു ഇത് ഇങ്ക് എന്നാണ്, ഇമ്പല്ല. ഇങ്ക് എന്ന് പറഞ്ഞാൽ കുറുക്ക്, കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കില്ലേ ഇത്, അതാണ് ഇങ്ക്, ഇമ്പെന്ന് പറഞ്ഞു. പിന്നെ ആ മുകളിലേക്കുള്ള സാധനം അത് മോള് ഫോൾസ് വോയിസിലാണ് പാടുന്നതെങ്കിലും കുറച്ചുകൂടി മുഖത്തൊക്കെ മോളുടെ ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടി പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കണം ഇനി കേട്ടോ. അത് സ്ട്രെയിൻ പോലെ എനിക്ക് പേടിയുള്ള ഒരു ഏരിയ ആണ് അതെന്ന് തോന്നുന്ന രീതിയിൽ പാടരുത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഒന്ന് ട്രൈ ചെയ്യാമോ? ആ ഭാഗത്ത് ആര്യങ്കാവിലെ കാറ്റ് വന്നേ ഒരു കാര്യം ചോദിച്ചതെന്താണ് മഞ്ഞക്കിളികളും ചങ്ങാലിയും പുരികമൊക്കെ കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്ത് പിടിക്കും. അപ്പൊ മഞ്ഞക്കിളികളും ചങ്ങാലിയും ഒന്ന് കുഞ്ഞിപ്പറഞ്ഞതും എന്താണ് മഞ്ഞക്കിളികളും ചങ്ങാലിയും ഒന്ന്. അതിനകത്ത് ചില നോട്ട്സ് ഐഡന്റിഫൈ ചെയ്യാനുണ്ട് കേട്ടോ, കുറച്ചും കൂടി തെളിക്കാനുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. മോളെ എന്തോ നല്ല നീല പൊന്മാനെ പോലെ നല്ല സുന്ദരി കുട്ടിയായിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ.
വളരെ ബ്രൈറ്റ് ആൻഡ് ഒരു വൈബ്രൻ്റ് ആയിട്ടിരിക്കണം മോളെ കാണാൻ. അതുപോലെ പാട്ട് എനിക്കും ബിജി പറഞ്ഞ ഒരു നല്ലൊരു സോങ്ങാണ്. അതായത് ഇതെല്ലാം എവർ ടൈം ഹിറ്റ്സാണ്. അതിനൊന്നും കാലം ഇല്ല. പ്രത്യേക കാലം ഇന്ന കാലത്തെ പാട്ടെന്നോ അല്ലെങ്കിൽ ആ കാലം കഴിഞ്ഞാൽ പോകുന്നോ അങ്ങനെ അനശ്വര ഗാനങ്ങളാണ്. അത് നല്ല സെലക്ട് ചെയ്ത് നന്നായി. എനിക്കും ഇത് തന്നെയാണ്. മുകളിൽ പോയപ്പോഴത്തേക്കും ആരെല്ലാം ചോദിച്ചു പൊന്മാല അവിടെയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഫോൾസ് വോയിസ് അതുമായിട്ട് അത് കുറച്ചുകൂടെ വരുമോ എന്നിങ്ങനെ സംശയിക്കാതെ ബോൾഡായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് പാടി. അതൊക്കെ ഇനി വരാൻ പോണേ ഉള്ളൂ, കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെ ശീലിച്ചാൽ മതി. മോളുടെ ആ ഇൻവോൾവ്മെൻറ്റ് നന്നായിരുന്നു. അതിനിടയ്ക്ക് അതുകൊണ്ട് പാട്ടിന് ഒരു കുറവും സംഭവിച്ചില്ല. ഇടയ്ക്ക് അങ്ങോട്ട് പോയി ഭർത്താവിനെ തള്ളി ഉന്തി അതിനിടയ്ക്ക് വന്ന് പാടി പല ടാസ്കുകൾ ഒരുമിച്ച് ചെയ്തു. മോള് വളരെ ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ, നന്നായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ജഡ്ജ് ഉണ്ട്. ആരാണ്? രഞ്ജിനി ചേച്ചി. ഇഷ്ടാണോ? ഇഷ്ടമാണ്. ഓക്കെ, ചേച്ചി എടുത്ത് വെക്കും. ഇനിയിപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ പറ്റുമോ അല്ലേ അനുഗ്രഹ? മാർക്ക് വേണ്ടേ? നന്നായിരുന്നു. ഇപ്പോൾ ബിചേട്ടനും ടീച്ചറും പറഞ്ഞ പോലെ വളരെ നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരത്തെ നിന്ന് പാടുമ്പോഴേ ഞാൻ പറയായിരുന്നു നല്ല പാട്ട്. ഞാനും ടീച്ചറും കൂടെ പറയായിരുന്നു നല്ല നല്ല പാട്ടുകൾ ഇവിടെ എടുക്കേണ്ടത്. ഇത്രയും ചെറുപ്പത്തിൽ നിങ്ങൾ ഇത്രയും അനശ്വരമായ പാട്ടുകൾ എടുക്കാനായിട്ട് കാണിക്കുന്ന ചങ്കൂറ്റം, ആ ഗട്ട്സിന് ആദ്യം ഞാൻ മോളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. നന്നായി പാടി. മാത്രമല്ല ഇത്രയും നല്ലൊരു വേഷം, സാരി ഇത്രയും ഭംഗിയിൽ ഉടുത്ത് നിൽക്കുക, അത് കഴിയുന്നവരെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നൊരു സംഭവമാണ്. ഇത് ഉടുപ്പിച്ച് തന്ന ആരാണെങ്കിലും അത് ക്യാരി ഓഫ് ചെയ്ത മോളാണെങ്കിലും വെരി ഗുഡ്. പിന്നെ അവരുമായിട്ടുള്ള കോർഡിനേഷൻ നന്നായിരുന്നു. ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒട്ടും അങ്ങനെ ചെയ്ത് പരിചയമില്ലാത്ത പോലെ തോന്നിയില്ല. മോളുടെ ഒരു പ്രായത്തിനനുസരിച്ച് യു ഡൺ റിയലി ഗുഡ്. പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവർ പറഞ്ഞു തന്ന പോലെ തന്നെ ഹൈ എത്തുമ്പോൾ ഫോൾസെറ്റോ എത്തുമ്പോഴത്തേക്കും അത് ഒരുപാടൊരു വേരിയേഷൻ ഇല്ലാണ്ട് സ്മൂത്ത് ആയിട്ടൊന്ന് ട്രാൻസിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് പ്രാക്ടീസിലൂടെ വരുള്ളൂ. അത് ഡെഫിനറ്റ്ലി അനുഗ്രഹിക്കാൻ പറ്റും. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അനുഗ്രഹ കുട്ടി, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, ഔട്ട് ഓഫ് 30 ബി ചേട്ടാ 27.5. താങ്ക് യു ചേട്ടാ. ചേച്ചി ഔട്ട് ഓഫ് 30? സെയിം. താങ്ക് യു ചേച്ചി. I've also given 27.5. 27.5 again. അപ്പോൾ ഇനി ഓവറോൾ പെർഫോമൻസിന് എത്ര മാർക്കാണ് നോക്കാം അല്ലേ അനുഗ്രഹ? ബി ചേട്ടാ ഔട്ട് ഓഫ് 3? മോളെ എക്സ്പ്രഷൻ മോശമായിരുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോൾസെറ്റോയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി മോളുടെ ഒരു എക്സ്പ്രഷൻ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പാട്ടിൻ്റെ ഒരു മോള് ഒന്ന് ട്യൂണപ്പ് ചെയ്യണം പാട്ടുമായിട്ട്. അത്തരം കാര്യത്തിന് ഒരു 0.5 കുറയ്ക്കുന്നു കേട്ടോ. 2.5 ഔട്ട് ഓഫ് 3. 2.5 on 3. ചേച്ചി മോളുടെ ആ ഇൻവോൾവ്മെൻറ്റ് കോമഡി ഷോയിലുള്ള ഇൻവോൾവ്മെൻറ്റ് വളരെ നല്ലതായിരുന്നു. സോ ഐ എം ഗിവിങ് 3 on 3. ഫുൾ സ്കോർസ് ആണ്. ചേച്ചി ഔട്ട് ഓഫ് 4? സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് ആണ് എൻ്റെ അരീന. എനിക്ക് മോളുടെ സ്റ്റൈലും ഇഷ്ടമായി, ആറ്റിറ്റ്യൂഡും ഇഷ്ടമായി, പെർഫോമൻസും ഇഷ്ടമായി. ഗിവിങ് യു 3.5 out of 4. 3.5 on 4, which make your total score 91.5 on 100. Nice scores. ഇനി അടുത്ത റൗണ്ടിലും ഇത് തന്നെ കീപ്പ് അപ്പ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. சொல்லக்கூடாது காதலே பொய் சொன்னாலும் நீயே காதலி. എനിക്ക് ഏറ്റവും പ്രിയ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതരോ ഒക്കെ ഇങ്ങനെ പാടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇത്രയും പാട്ടുകളെ സ്നേഹിച്ച് ഇങ്ങനെ പാടിയെങ്കിൽ. Definitely become someone great in life. നല്ല ഒരു പവർ പാക്ഡ് പെർഫോമൻസ് എന്ന് പറയും. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation.
നമുക്ക് അടുത്ത പെർഫോമൻസിലോട്ടേക്ക് പോകാം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ സിംഗ് വിത്ത് പിയാനോ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ശ്രേയസ്. ഗിവ് ഇറ്റ് അപ്പ് ഫോർ ശ്രേയസ്. ശ്രേയസ്, ഹായ്. സുഖാണോ? സുഖം. ഇന്ന് പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? നമുക്ക് അമ്മയടുത്ത് ചോദിക്കാം ഇന്ന് ശ്രേയസ് ഏത് സോങ്ങാ പാടുന്നതെന്ന്. ആന്റി പറയൂ, ഏത് സോങ്ങാ പാടുന്നത്? റൺ എന്ന ഫിലിമിലെ ഹരിഹരൻ സാർ പാടിയ പൊയ്സൊല്ല കൂടാതെ കാതലി എന്ന പാട്ടാണ്. മറന്നുപോയോ പെട്ടെന്ന്? ടെൻഷൻ കൊണ്ട് മറന്നുപോയിരിക്കും അല്ലേ? മോനേക്കാളും ടെൻഷൻ ആന്റിക്കാണ്. പ്രാർത്ഥിച്ചോളും, മോൻ നന്നായിട്ട് ചെയ്യും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസ് സെക്ഷൻ? നല്ല സുഖമായിരുന്നു. ആണ്. എപ്പോഴും റാൽഫിൻ ചേട്ടൻ ഇവിടെ നിൽക്കട്ടെ അല്ലേ? റാൽഫിൻ ചേട്ടന് കുഴപ്പമില്ല, നമുക്കും കുഴപ്പമൊന്നുമില്ല. ഈസ് ക്വൈറ്റ് ബിസി, അതുകൊണ്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, ഈ റൗണ്ട് നന്നായിട്ട് പാടാം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. കണ്ണുകളിൽ തായം
ശ്രേയസ്, ബ്രില്യൻറ്റ് പെർഫോമൻസ്, വാക്കുകളില്ല. ശ്രേയസിന് വേണ്ടി ഒരു വലിയ കയ്യടി കൊടുക്കാം നമുക്ക്. ആൻഡ് റാൽഫിൻ ചേട്ടാ, അമേസിങ്. മോനു, എനിക്ക് തോന്നുന്നു നമ്മുടെ രഞ്ജിനി ചേച്ചി കേട്ട് അങ്ങ് ഇതായിപ്പോയി, കുറച്ച് ഇമോഷണലായി അല്ലേ? നമുക്ക് ചേച്ചി എടുത്ത് ചോദിക്കാം അല്ലേ കമൻസ്? ഓക്കെ ചേച്ചി. ശ്രേയസ് ചേച്ചി, ഒരുപാട് കണ്ടസ്റ്റൻസ് ഞാനിവിടെ വന്ന് പാടിയും മോനെ, പക്ഷെ യു ഇമോഷണലി മൂവ്ഡ് മീ. ശരിക്കും ഇറ്റ്സ് വെരി ടച്ചിങ് മൊമെന്റ്. എനിക്ക് മോനിവിടെ വന്ന് ഓക്കെ എല്ലാ കുട്ടികളും പാടാൻ പോകുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഫ്രം ദ ഫസ്റ്റ് മൊമെന്റ് വായ തുറന്ന ആ നേരം തൊട്ട് ഞാൻ ഡൈ ഹാർട്ട് ഫാനായി ശ്രേയസിന്റെ. ഡൈ ഹാർട്ട് ഫാനായി. അതായത് എന്താ പറയണ്ടത് എനിക്കറിയില്ല. എനിക്കൊന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ശരിക്കും ആ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ശ്രേയസ് പാടിയതിന്റെ ചെവിയിൽ എനിക്ക് ആ കൂടെ ഒന്ന് പറയാനുള്ളൂ, വൺസ് മോർ ഒന്നുകൂടെ എനിക്ക് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നിപ്പോന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രേയസിന്റെ പാട്ടിലാണ് ഇവിടെ വന്നേപ്പിന്നെ എനിക്ക് തോന്നിയത്. ടച്ച് വുഡ്, മേ ഗോഡ് ബ്ലെസ് യു. നല്ലൊരു എന്താ അറിയില്ല, ഭയങ്കര ഒരു ഫീല്. ഐ തിങ്ക് you are inspired or you will definitely become someone great in life. ദൈവം എല്ലാ അനുഗ്രഹവും തരട്ടെ. നല്ലൊരു പാട്ടുകാരനാവും. മോൻ പാടുമ്പോൾ പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് നരേഷ് അയ്യർ പാടുന്ന പോലെ തോന്നി. ശരിക്കും അതേ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് അവിടെ നോക്കുമ്പോൾ. ഫേസ് അതേപോലെ മാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു പാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ ടെക്നിക്കലി കിടക്കുകയാണെങ്കിൽ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഞാനത് കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഓവറോൾ ഫീൽ ഓഫ് ദ സോങ്, ഹരിജി പാടിയ ഒരു പാട്ട് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇവിടെ വന്ന് പാടാൻ കഴിയുമെന്നുള്ളത് ഇറ്റ്സ് അൺബിലീവബിൾ. എല്ലാവരും ഒരു നല്ല കയ്യടി ശ്രേയസിന്. കാരണം ഇവിടെ നമ്മൾ ജൂനിയർ ഐഡൽ സീസൺ 2 ആണ് നമ്മൾ നോക്കുന്നത്. ചെറിയ കുട്ടികൾ പാടുന്നതാണ് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത്. കൊച്ചുകുട്ടികൾ ഇത്രയും വലിയൊരു ടാലന്റ്, ഇഫ് യു ക്യാൻ മൂവ് മീ സോ വെൽ, ഗോഡ് ബ്ലെസ് യു മോനെ. സീരിയസ്ലി ദൈവം ഇന്ന് ഇവിടെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ദി ഓൺലി റീസൺ. Beautiful. Thank you for this performance. And thanks a lot, Ralph. Thank you, ചേച്ചി. ബീച്ചേട്ടാ. ശ്രേയസ് സർ, ശ്രേയസിന്റെ പെർഫോമൻസുകളിൽ ഞാൻ പലപ്പോഴും സംസാരിക്കേണ്ട, അതായത് സ്റ്റേജിൽ ഒരു മത്സരത്തിന്റെ വേദിയിൽ നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് അല്ല ശ്രേയസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പ്രോബ്ലി ശ്രേയസ് ചിലപ്പോൾ മത്സരത്തിൽ ചിലപ്പോൾ അൺഫിറ്റ് ആയിരിക്കും, പക്ഷെ ശ്രേയസിന് സമ്മാനങ്ങളല്ല, എനിക്ക് തോന്നുന്നു ഈ ഇത് കേൾക്കുന്ന ജനകോടികളുടെ ഒരു മനസ്സെന്ന സമ്മാനം ശ്രേയസിന് കിട്ടിക്കഴിയും, ഒരു സംശയമില്ല. കാരണം അതായിരിക്കും ഏറ്റവും വലിയ സമ്മാനം കേട്ടോ. അത് മറക്കണ്ട. കാരണം ഇപ്പൊ 4-5 സ്ഥലത്ത് ഇടറിപ്പോയി പിച്ച്, പക്ഷെ അതൊന്നും അല്ല. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഇങ്ങനെ പാടിയെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഏറ്റവും എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതരോ ഒക്കെ ഇങ്ങനെ പാടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇത്രയും പാട്ടുകളെ സ്നേഹിച്ച് ഇങ്ങനെ പാടിയെങ്കിൽ കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഗുഡ് ലക്ക്. റാൽഫിൻ. മോനു, ഗ്രേറ്റ് കമന്റ്സ്. മോന് കിട്ടാവുന്ന എന്താ പറയാ, ഭയങ്കര ഒരു വേർഡ്സ് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞത്. ഇനി ചേച്ചിക്ക് എന്താ പറയല്ലേ നോക്ക്. ഞാൻ ഇതിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് പറയാനാണ്? പിന്നെ ഒറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ, യു ആർ എ ബോൺ സിംഗർ. യു ആർ എ ബോൺ സിംഗർ. അതായത് ഞാനെന്ന് പറഞ്ഞാൽ മോന് 100% ദൈവം അങ്ങനെ ഇറ്റിട്ട് പിന്നെ വീഴ്ത്തിയിരിക്കണു മോൻ്റെ ബ്രെയിനിൽ. അസാധ്യ ജ്ഞാനം, വളരെ ഷാർപ്പായിട്ടുള്ള ജ്ഞാനം. ഇതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ജ്ഞാനം, താല്പര്യത്തോടു കൂടി പാടുന്നു. ചില കുട്ടികളുണ്ട് നല്ല ജ്ഞാനം ഉണ്ടെങ്കിലും അവർ കെയർ ചെയ്യില്ല, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലർ ഒരു മീഡിയോക്കർ ജ്ഞാനമാണെങ്കിലും അവർ നല്ലോണം വർക്ക് ചെയ്ത് അവർ മുന്നേറും. ഇത് മോൻ അതൊന്നുമല്ല, രണ്ടും ഉണ്ട്. ഞാനിപ്പോൾ കണ്ടിടത്തോളം മോൻ നല്ല ശ്രദ്ധയായിട്ട് പഠിച്ച് നന്നായിട്ട് പാടുന്നുണ്ട്. മോൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എ സോങ് വളരെ നല്ല ആറ്റിറ്റ്യൂഡ്, വളരെ ശ്രദ്ധയായിട്ട് പാടുന്നു. ബട്ട് ഈ എപ്പോഴും ബോൺ ആയിട്ടുള്ള അതൊരു ഭയങ്കര ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ഓഫ് ഗോഡാണ്. അവിടെ എപ്പോഴും ഈശ്വരന് നന്ദി പറയുക. പിന്നെ എന്താണ് കായമാകനായി കൺമൂടി കാതലി, സൊല്ലാമൽ, അതൊക്കെ എന്തൊരു രസമുണ്ട് കേൾക്കാൻ. ഭയങ്കര ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞ മാതിരി ചെറിയ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും പറയാനില്ല. അത് ടോട്ടലി പാടി വരുമ്പോഴത്തേക്ക് ചെറിയ ശ്രുതിപ്പിഴകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. അത് മോൻ്റെ ബാക്കിയുള്ള പോസിറ്റീവ് ആസ്പെക്ട്സ് നോക്കുമ്പോൾ ഇത് വെരി ടൈനി തിങ്സ് കേട്ടോ മോനെ. അതുകൊണ്ട് എല്ലാ ശ്രേയസ്സും മോന് ദൈവം നൽകട്ടെ. നല്ല ഉയരങ്ങളിലെത്താനും അതുപോലെ സ്വഭാവവും
അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതും അതുപോലെ ആവാൻ ഈശ്വരൻ മോനെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഇങ്ങനൊരു മോന് ബർത്ത് കൊടുത്ത അമ്മയ്ക്ക് വളരെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ശരിക്കും ആൻറ്റി വളരെ കരഞ്ഞു പോയില്ലേ? അപ്പോൾ നമുക്ക് ഇനി മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, ബിജേട്ടാ ഔട്ട് ഓഫ് 30. മോനെ, ഈ ടൈംലി ആയിട്ടുള്ള ചില ഫ്ലോസും ഫോൾട്ടുകളും ഒന്നും അല്ല ഒരു പെർഫോമൻസിനെ ബാധിക്കുന്നത്. അതിനെ കോംപ്രമൈസ് ചെയ്യുന്ന, അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഈ ലയം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് എല്ലാ വീഴ്ചകളെയും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അത് വീഴ്ചകളും ഫോൾട്ടുകളും ചേർന്നതാണ് ഹ്യൂമൻ എന്ന് പറയുന്നത്. അത് പെർഫെക്റ്റ് അല്ല ഒരിക്കലും, പെർഫെക്റ്റ് ആയിട്ടല്ല ചേർത്തിട്ടുള്ളത്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോനെ എനിക്ക് 28.75 തരാതെ. 28.75 നല്ല സ്കോർ. ചേച്ചി ഔട്ട് ഓഫ് 30? ഞാൻ 29 തരുന്നു. ഓ മൈ ഗോഡ്, 29. കുറച്ച് അത് മഹാപാപമാണ്. താങ്ക് യു. ഓക്കെ, ഞാനിപ്പോ ബിജേട്ടനും അല്ലെങ്കിൽ മേഘനയൊക്കെ പറയാനിരുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് 29 ഫ്രം മീ. ഓ മൈ ഗോഡ്. എനി ഓവറോൾ പെർഫോമൻസ് ഔട്ട് ഓഫ് 10? അല്ല, 3ല് 3.5 തരാൻ വല്ല ഇല്ല, അതിനില്ല. 3. ചേച്ചി ഞാൻ തന്നെ മാർക്ക് പറയട്ടെ. 3 on 3. 4 on 4. ഫുൾ സ്കോർസ് ആണ്. ശ്രേയസ് 96.75 on 100. എനിക്ക് തോന്നുന്നില്ല സീസൺ 1ലും ഈ 96.75 വന്നിട്ടുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വരുത്തി കളഞ്ഞു. ശ്രേയസ് ഒന്നും പറയാനില്ല. ജസ്റ്റ് ഗോ ആൻഡ് സെലിബ്രേറ്റ്. താങ്ക് യു. നല്ല ഒരു പവർ പാക്ഡ് പെർഫോമൻസ് എന്ന് പറയും. നല്ല വൈബ്രന്റ് ആയിരുന്നു. മോളുടെ വോയിസ് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തു. Jai Hind TV, for the family, for the nation. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഈ വേദിയിൽ സിംഗ് ഫോർ ഫൺ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ആയിഷ ഷെറിൻ. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ആയിഷ. ആയിഷ, കാഷ്വൽസ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. പുതിയ വിശേഷങ്ങളൊക്കെ എന്താണ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഒരു മരുഭൂമി കഥയിലെ MG ഷെറും ഉജയിനി ചേച്ചിയും റഹ്മാൻ സാറും കൂടി പാടിയ മാധവേട്ടൻ എന്നും. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹിറ്റാണ്, ഹിറ്റ് സോങ് ആണ്. നന്നായിട്ട് പാടണം. ഗുഡ് ലക്ക്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനായ മാധവേട്ടന്റെ അറവി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നതാണ്. പൊന്നു
അറബി എന്നല്ല, ആര് കേരളത്തിൽ വന്നാലും ഇതായിരിക്കും ഗതി. ഐഷ കലക്കി, നല്ല തീമായിരുന്നു, നന്നായിട്ട് പാടി. കമന്റ്സ് അറിയണം അല്ലേ? ഓക്കെ, നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഐഷ, ഹായ് സർ. നല്ല എന്താ പറയുക, ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് എടുത്തത്. നല്ല വൈബ്രന്റ് ആയിരുന്നു. മോളുടെ വോയിസ് ശരിക്കും ഇതിനെ ഹെൽപ്പ് ചെയ്തു, ഈ ഒരു പാട്ടിനെ കോംപ്ലിമെന്റ് ചെയ്തു. ഈ പ്രത്യേകിച്ച് ഈ സ്റ്റേജിൽ ആകെ തോന്നിയത് ഈ മുകളിലേക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂക്ക് അടഞ്ഞിരിക്കാൻ അല്ലേ, അത് തോന്നി. അപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആവും, ശ്രുതി കുറച്ച് താന്ന് പോവും നാച്ചുറലി. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ രഞ്ജിനി കുറച്ച് അക്ഷര പെശകളെ കുറിച്ച് പറഞ്ഞു, അത് രഞ്ജിനി പറയും ഡീറ്റെയിൽ ആയിട്ട്. വേറെ ഒന്നും തോന്നിയില്ല കേട്ടോ. നല്ല ഓവറോൾ നല്ല ഡ്രാമയും നല്ല സ്കിറ്റും മോളുടെ പെർഫോമൻസ് നന്നായി. ഓക്കെ, വളരെ നന്നായിരുന്നു മോളെ. നല്ല ഒരു പവർ പാക്ഡ് പെർഫോമൻസ് എന്ന് പറയില്ലേ, നല്ല ഒരു പവർ ആയിരുന്നു. പിന്നെ മോളുടെ വോയിസിന് പറ്റിയ വോയിസ്, നല്ല എന്താ പറയുക, നല്ല സ്ട്രെങ്ത്തും ഈ പറഞ്ഞ മാതിരി മോളിൽ മാത്രം കുറച്ച് അത് മനസ്സിലായി. പിന്നെ മോള് നല്ല ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മോള് വളരെ ഇൻവോൾവ് ചെയ്ത് അത് പാട്ടിനെ എഫക്റ്റ് ചെയ്യാതെ വളരെ നന്നായിരുന്നു. സ്കിറ്റും വളരെ നന്നായിരുന്നു. നല്ല ഒരു മെസ്സേജ് അവർ കൊടുത്തു ഇതിലൂടെ. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, അത് ഒന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു കേരളത്തിൻ്റെ അവസ്ഥയെപ്പറ്റി. വളരെ നന്നായിരുന്നു. ഐഷ, ഹായ് ചേച്ചി. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ഐഷ, നല്ല ഭംഗിയുള്ള വോയിസ്, വെരി ബ്യൂട്ടിഫുൾ വോയിസ്. ശരിക്കും പറഞ്ഞാൽ ഹെഡ്ഫോണിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ പാട്ടൊരു ഡ്യുവറ്റ് സോങ് ആണ്. അപ്പോൾ മെയിൽ പോർഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നമ്മൾ സ്റ്റേജിൽ പാടുന്ന പാട്ടാണ്. അപ്പോൾ അതിൽ മെയിൽ പോർഷൻ പാടാനായിട്ട് മെയിൽ സിംഗേഴ്സ് വരെ കഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. വളരെ നിസ്സാരമായിട്ട് ഇത്രയും ചെറുപ്രായത്തിൽ മനോഹരമായിട്ട് ഐഷ പാടി. പിന്നെ ബിജുചേട്ടൻ പറഞ്ഞ പോലെ ഹൈ പോകുമ്പോൾ എന്തോ യു ആർ നോട്ട് വെൽ അല്ലേ. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഗതികളും മറ്റേ ആ ഒരു അറബിക് സ്റ്റൈലിലെ സാധനങ്ങളൊക്കെ ചരണത്തിൽ നല്ല ഭംഗിയിൽ വീണു. ഞാനൊരു ആസ്വദിക്കായിരുന്നു. ശരിക്കും ഞാൻ നോട്ട് ചെയ്യായിരുന്നു. നല്ല രസമായിട്ട് അത് വന്നു, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അതിങ്ങനെ പളങ്ക് പോലെ വീണു. പക്ഷെ ആ ഹൈ പോയപ്പോൾ മാത്രം ഇറ്റ്സ് ഓക്കെ, അത് ലൈവിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. വളരെ നന്നായിരുന്നു. പിന്നെ ചില വാക്കുകൾ ഞാൻ പറഞ്ഞത് വിസ കളഞ്ഞ സിമ്പിളാണ്, സിമ്പിൾ അത് പാടിയിരിക്കുന്ന അങ്ങനെ കൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ കളഞ്ഞ സിമ്പിൾ ചലിക്കും വില കുറഞ്ഞ ക്യാമലാണ്, ക്യാമൽ. പിന്നെ ഇതായിരുന്നു ശരിയാടോ മകൻ അമീറേ എന്നാണ്. മകൻ അമീറേ നീ സുൽത്താന്റെ പകർപ്പാനി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു മെസ്സേജ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഐഷയുടെ കൂടെ പെർഫോം ചെയ്ത എല്ലാ ആർട്ടിസ്റ്റിനും നല്ലൊരു കയ്യടി കൊടുക്കണം എന്ന് ഞാൻ പറയാണ്. നന്നായിരുന്നു, അസലായി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. താങ്ക്സ്, ഗോഡ് ബ്ലെസ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ഐഷ, നല്ല കമന്റ്സ് ആണ്, നല്ല ഗെയിനുള്ള വോയിസ് ആണ്. ദാറ്റ്സ് എ റീസൺ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്. നല്ല പോസിറ്റീവായി കമന്റ്സ് കിട്ടിയതിന്റെ കാരണം അത് തന്നെയാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് ഇനി ഈ റൗണ്ടിന് എത്ര മാർക്ക് ഉണ്ട് നോക്കാം അല്ലേ? ഓക്കെ, 27.75. 27.75 on 30. ചേച്ചി 28 on 30. 28 on 30. രഞ്ജിൻ ചേച്ചി ഞാൻ കൊടുത്തിരിക്കുന്നത് 27.5. 27.5. ഇനി ഓവറോൾ പെർഫോമൻസ് ഔട്ട് ഓഫ് 10 ബിചേട്ടാ? എക്സ്പ്രഷൻ നന്നായിരുന്നു മോളെ, 2.75. 2.75 on 3. ചേച്ചി 2.75. Again 2.75. ചേച്ചി Out of 4 for style, attitude and performance, 3.5. 3.5 on 4. Aisha, your total score is 92.25 on 100. നല്ല സ്കോർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത വരുന്ന സ്റ്റേജിലൊക്കെ ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ് ലക്ക്. താങ്ക് യു. അങ്ങനെ ഇന്നും നമ്മൾ ഒരുപാട് നല്ല പെർഫോമൻസസ് ആസ്വദിച്ചു. ഇന്ന് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മീ ടെൽ യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ വളരെയധികം കൊതിക്കുന്നവരാണ്. എനി കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് യുവർ ട്രാവൽസ്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡായി എപ്പോഴും ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ഈസ് ദേർ ഫോർ യു. By saying that, it's me Meghna, Singing Birds Trivandrum, and your favorite judges signing out from your favorite show ITL World Junior Idol Season 2. Good night, take care and bye-bye. நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளது.
അയ്യോ അസാധ്യമായിട്ട് പാടി മോനെ, നന്നായിട്ട് പാടി. കാത്തിരുന്നാൽ എതിർപ്പാർത്തിരുന്നാൽ ഒരു നിമിഷവും വരിഷമാടി. എന്താ പറയണ്ടത്? ഒന്നും പറയാനില്ലെന്ന് തന്നെ ഒന്നുകൂടി പറയേണ്ടി വരും. എന്റെ മനസ്സിലൊരു നാണം, ഓ എന്റെ മനസ്സിലൊരു നാണം, ഇരുത്തുവൽ പൂമുള്ളി പ്രേമലോല നീ വഴി വരവാ. എനിക്ക് തോന്നുന്നു ആർച്ചയ്ക്ക് കുറച്ചും കൂടി ഒരു അതിനകത്ത് ഒരു ഇൻവോൾവ് ആവാമായിരുന്നു ആ പാട്ടില്. ഗാനമൈനയായി നീ എന്നെ തളിരൂയലാടുകയല്ലോ, നിൻ പൂവണി തേടുകയാണല്ലോ. നല്ലൊരു സ്കിറ്റായിരുന്നു, നന്നായിട്ട് പോർട്രേ ചെയ്തു. തൊടത്തോടെ മലർന്നൂതുന്ന പൂവേ സുട ചുട നനയ്തു തിന്ന. ആസ് ഓൾവേസ് ആയിഷ ഇപ്രാവശ്യവും കലക്കി. പനിതനിൽ കുളിത്ത് പാൽമലർ കാണാൻ 20 വസന്തങ്ങൾ വിഴി വളർത്തി. മോളുടെ ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. Remy Tommy and Meghna's costume sponsored by Zarina, Catholic Center, General Hospital Junction, Trivandrum.